Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon, ma'am. Afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും? Yes, ma'am. കഴിച്ചു. കഴിച്ചല്ലേ? ഓക്കെ, പ്രയർ ആരാണ്? പ്രയർ ഞാനാണ് ടീച്ചർ. Dear God, we come before you with humble hearts, seeking guidance and wisdom. Bless us with knowledge, understanding, and patience. Help us to learn and grow, and to use our gift and talent to make a positive impact in the world. Thank you. Today's hard work is the Today's hard work is the foundations of tomorrow's success. These words are by Srinivas Mishra. അതായത് ഇന്നത്തെ പ്രവൃത്തിയാണ് നാളത്തെ വിജയത്തിന്റെ അടിത്തറ. അത് നാം ഓരോരുത്തരും വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. താങ്ക് യു മാം. പറഞ്ഞോളൂ. Good afternoon, Ashwini ma'am. My dear friends, my name is Minu. Today I have the honor of saying the class signing. I warmly and respectfully welcome Ashwini ma'am, who is taking the class for the first time today. I also happily welcome all the other students who have joined the class today. May God bless ma'am to share with us the valuable knowledge we need in today's live class, and through that may we all get the opportunity to build a bright future. Once again, I warmly welcome ma'am and everyone. Thank you. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്, നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്നോ? ഇപ്പൊ വായിച്ചോ? ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ, അതായത് നീഡ്സ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് അല്ലെ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ വേണം അല്ലെ. ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എന്തൊക്കെയാണത്? നമുക്ക് ഡെയിലി ലൈഫിൽ വേണ്ട, ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആവശ്യങ്ങൾ എന്തൊക്കെയാ? ഫുഡ്, വാട്ടർ, ഓക്കെ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫുഡ്, അതുപോലെ തന്നെ ക്ലോത്ത്, ഷെൽട്ടർ, 3 കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടോ? പ്രൈമറി നീഡ്സ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാ, ഇതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. റീഡ് ചെയ്യാം. യൂണിറ്റ് 8 അല്ലേ മാം? എന്താ? യൂണിറ്റ് 8 അല്ലേ വായിക്കേണ്ടത്? നീഡ്സ് കേട്ടോ. ഓക്കെ, വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം. ഓക്കെ, ഒരാള് ഫുഡ് ആൻഡ് വാട്ടർ ഒന്ന് റീഡ് ചെയ്തേ. ഫുഡ് ആൻഡ് വാട്ടർ. Food and water. Food provides energy to do work, help in the
growth and maintenance of the body, protects from diseases and perform a physio-social function too. Water helps in regulating many body functions. A sufficient amount of food and water at the right time helps the child to stay healthy and happy. എന്താ പറയുന്നതിനകത്ത്? അതായത് ഫുഡ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ എനർജി കിട്ടുന്നത് നാം കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്. അത് നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. നമ്മൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഡിസീസ്, നമ്മുടെ രോഗങ്ങളിൽ നിന്നും നമ്മൾ ഫങ്ഷൻ, നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിനൊക്കെ അത് സഹായിക്കുന്നുണ്ട്. വാട്ടർ ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് മീൻ, നമ്മുടെ ബോഡി ഫങ്ഷനെ ത്വരിതപ്പെടുത്താൻ വേണ്ടി വെള്ളം അത്യാവശ്യമാണ്. ഫുഡ് നമ്മൾ റൈറ്റ് ടൈമിൽ കഴിക്കുന്നത് കുട്ടികൾ സ്റ്റേ ഹെൽത്തി ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും സഹായിക്കും. ഓക്കെ. അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, വർക്ക് ചെയ്യാനായിട്ടുള്ള എനർജി തരും അല്ലെ. നമ്മുടെ ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ 2 നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് നേരവണ്ണം വർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, ഈ നേരമാകുന്നവരെ നിങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല, നിങ്ങൾ ക്ലാസ്സിൽ കയറുവാണ്, നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുമോ ക്ലാസ്സില്? ഇല്ല. ഇല്ല അല്ലെ. നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് അനുഭവപ്പെടും അല്ലെ, വയറ് കാളുന്നത് പോലെ തോന്നും, അതുപോലെ ഉറക്കം വരുന്നത് പോലെ തോന്നും, ക്ഷീണം അനുഭവപ്പെടും, ടയർഡ്നെസ് ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാറില്ലേ ഫുഡ് കഴിക്കാത്തപ്പോ? ഉണ്ടല്ലേ. ഇതിന് പുറമെ വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാകാറുണ്ടോ ഫുഡ് കഴിക്കാത്തപ്പോ? നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ? ഒരു നേരം 2 നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത്? കൈകാലുകളൊക്കെ വിറയ്ക്കും പോലെ തോന്നും, ഇങ്ങനെ വയറൊക്കെ കത്തിക്കാളുന്ന പോലെ തോന്നും. കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, എന്തെങ്കിലും വായിക്കാനോ എഴുതാനോ പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ എന്ത് കാര്യത്തിനായാലും ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. ചിലർക്ക് തലവേദന എടുക്കില്ലേ? തലവേദന എടുക്കാറുണ്ട്, തലകറക്കം എടുക്കാറുണ്ട്. ചിലർക്ക് തലവേദന എടുക്കാറുണ്ട് ഫുഡ് കഴിക്കാത്തപ്പോ. അങ്ങനെ എന്താ പറയാ, പല പ്രശ്നങ്ങളും നമുക്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവും. അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ട എനർജി തരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീര വളർച്ച, അതിന്റെ മെയിൻ്റനൻസ്, ഇതിനെയൊക്കെ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കുന്നത് ആരാണ്? ഫുഡാണ് അല്ലെ. അതായത് ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് എന്താണ്, ഭക്ഷണമാണ് വേണ്ടത് അല്ലെ. വേണ്ട രീതിയിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കഴിച്ചാൽ മാത്രമാണ് ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ ആളുകളുടെ അല്ലെങ്കിൽ എന്താ പറയാ ഓരോ ആളുകളുടെയും ശരീരം, അവരുടെ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഫുഡ് ആവശ്യമാണ്. നമുക്കറിയാം കുറച്ച് നാള് നമ്മളൊന്ന് പട്ടിണി കിടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പൊ ഡയറ്റ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചെന്ന് വരില്ല അല്ലെ. അപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക? എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഡയറ്റ് എടുക്കുന്ന സമയത്ത്? പ്രോപ്പർ അല്ലാത്ത ഡയറ്റ് കേട്ടോ, നമ്മൾ പട്ടിണി കിടന്ന് മെലിയ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല അല്ലെ. ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യരുത് കേട്ടോ. എപ്പോഴും നമ്മള് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മള് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരു 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് മെലിയാനൊക്കെ യൂട്യൂബ്സിലൊക്കെ ധാരാളം വീഡിയോ വരാറില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങള്? കുറേയധികം ഡയറ്റുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാറുണ്ടേ ഇല്ലേ? ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് ഇപ്പൊ വേണ്ട രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നില്ല, പ്രോട്ടീൻ എടുക്കുന്നില്ല, നമ്മള് മിനറൽസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമാണ് ഇപ്പൊ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന ആളുകളുണ്ട് ഡയറ്റ് എടുക്കുമ്പോൾ അല്ലെ. അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താ? പെട്ടെന്ന് മെലിയോ അവര്? ഫ്രൂട്ട്സ് മാത്രം എടുത്താൽ പെട്ടെന്ന് മെലിയുമെന്ന് തോന്നില്ല, പക്ഷെ അവര് പെട്ടെന്ന് മെലിയോ കേട്ടോ. മെലിയെന്ന് പറഞ്ഞാൽ ക്ഷീണമായിരിക്കും ഉണ്ടാവുക. ക്ഷീണിക്കും പെട്ടെന്ന്. മിനറൽസ് മാത്രമേ കിട്ടുന്നുള്ളൂ, പ്രോട്ടീൻ കിട്ടുന്നില്ല, കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നില്ല, ഇതൊന്നും അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്നില്ല അല്ലെ.
അവർക്ക് കിട്ടുമോ? വേണ്ട രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ അവർക്ക് കിട്ടുമോ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാല്? കിട്ടുമില്ലയോ? ഇല്ല അല്ലെ? അപ്പൊ അവര് ചിലപ്പോ മെലിഞ്ഞിരിക്കാം, പക്ഷെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അവരുടെ ഫേസ് ഒക്കെ ഫസ്റ്റ് തന്നെ എന്താ പറയാ ഒന്ന് ചുരുങ്ങും, ചുട്ടുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ കണ്ണൊക്കെ കുഴിയുന്നത് കാണാം. പിന്നെ അതുപോലെ തന്നെ ഹെയർ ഫോള്, മുടി കൊഴിച്ചിലുണ്ടാകാം, ഉറക്കം തൂങ്ങി നടക്കുന്നതായിട്ട് കാണാം. കംപ്ലീറ്റ് നമ്മൾ ഇത് കട്ട് ചെയ്യുവാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങൾ എന്തുണ്ടാകും? ബോഡിക്ക് ഉണ്ടാവും അല്ലെ? അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബോഡിയെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ ഒരു ബോഡിയുടെ ഗ്രോത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. അതൊന്ന് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകള് നമ്മുടെ ശരീരത്തില് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും അല്ലെ? കുറേയധികം രോഗങ്ങൾ വരാറുണ്ടല്ലോ. അപ്പോ ഇതൊക്കെ എന്താണ്? ഇതിൽ നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കാൻ കാരണം, അല്ലെങ്കിൽ ഒരേപോലെ നമ്മൾ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, നമുക്ക് പലവിധ അസുഖങ്ങള് പിടിപെടും അല്ലെ? നമ്മൾ നേരത്തെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന അവസ്ഥ അല്ലെ? മാൽന്യൂട്രീഷൻ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട് അല്ലെ? അതായത് നമ്മൾ വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോ നമ്മളെ പലവിധ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ഫുഡിന് സാധിക്കും അല്ലെ? ഫുഡിന് ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതിനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ കൂടെ, ഫുഡിന്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബോഡിയെ റെഗുലേറ്റ് ചെയ്യുന്നതിന്, നമ്മുടെ ബോഡി ഫങ്ഷൻ നിയന്ത്രിച്ചു നിർത്തുന്നതിന് സാധിക്കും. ഓക്കെ, അതായത് നമ്മുടെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നതിന് വാട്ടർ എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ സഫീഷ്യന്റ് എമൗണ്ടിലുള്ള, അതായത് മതിയായ അളവിൽ ഒരാളുടെ വെയിറ്റിനും അതുപോലെ തന്നെ അയാളുടെ പ്രായത്തിനും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളവും അതുപോലെ തന്നെ വാട്ടറൊക്കെ ഇൻടേക്ക് ചെയ്യുന്നത് അല്ലെ? വാട്ടറും അതുപോലെ ഫുഡൊക്കെ ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പോ അതിനനുസരിച്ച് ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് മതിയായ അളവിൽ നമ്മൾ ശരിയായ സമയത്ത് കഴിക്കുവാണെങ്കിൽ അത് നമ്മളെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ ഒരാളെ ഹെൽത്തി ആക്കുന്നത് അതുപോലെ തന്നെ ഹാപ്പി ആക്കുന്നതൊക്കെ ശരിയായ അളവിൽ അദ്ദേഹം ഫുഡ് കഴിച്ചിട്ടുണ്ടോ, ശരിയായ രീതിയിൽ അദ്ദേഹം വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും വരിക. അപ്പോ കറക്റ്റ് സമയത്ത്, ഇപ്പോ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും കറക്റ്റ് സമയത്ത് സഫിഷ്യന്റ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ വാട്ടർ നമ്മൾ ഇൻടേക്ക് ചെയ്തിരിക്കണം. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? എളുപ്പമാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ക്ലോത്തിങ് നോക്കാം അല്ലെ? അപ്പോ ഈ ഫുഡ് ആൻഡ് വാട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടികള്, അതായത് കുട്ടികൾക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫുഡ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് രീതിയിൽ അവരുടെ വെയിറ്റിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കുട്ടികളെ കൊണ്ട് കുടിപ്പിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ എന്താ പറയാ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ഭക്ഷണം ആവശ്യമാണ് അല്ലെ? കറക്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഭക്ഷണം അവർക്ക് കൊടുത്തിരിക്കണം. അതുപോലെ വെള്ളം അവരോട് കുടിക്കാൻ പറയണം. എന്നാൽ മാത്രമാണ് അവർക്ക് ക്ലാസ്സുകളിലൊക്കെ ശ്രദ്ധിച്ചിരിക്കാനൊക്കെ പറ്റൂ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? കുഞ്ഞുങ്ങൾ ആരെങ്കിലും തലയിറങ്ങി വീണിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് വിളി വന്നിട്ടുണ്ടോ ടീച്ചറിന്റെ? ഇല്ല. വീടുന്നത് കണ്ടിട്ടുണ്ട്. എന്താണ് രാജലക്ഷ്മി? വീടുന്നത് കണ്ടിട്ടുണ്ട്. ഈ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോ തലറിങ്ങി വീടുന്നത് കണ്ടിട്ടുണ്ട്. അസംബ്ലിയിലൊക്കെ നമ്മൾ അസംബ്ലിയൊക്കെ കൂടുന്ന സമയത്താണെങ്കിൽ ഫുഡ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോ തല കറങ്ങി വീഴാം. ക്ഷീണം കൊണ്ട് തല കറങ്ങി വീഴാം കേട്ടോ. അപ്പോ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ കുട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെ. അതായത് പല തരത്തിലുള്ള ജനം, അതായത് ഫുഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കറക്റ്റ് സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ലെവലിൽ അത് കൊടുത്തില്ലെങ്കിൽ ക്ഷീണം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. ഓക്കെ, ഇപ്പോ അത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ പലതരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ട് അല്ലെ? പ്രോട്ടീൻ ഉണ്ട്,
അതുപോലെ തന്നെ പലതരത്തില് എന്താ പറയാ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോഴാണ് അവരുടെ ശരീരം എനർജറ്റിക് ആയിട്ട് ഇരിക്കുള്ളൂ. എന്തിന്റെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ മോന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്റെ മോനെന്ന് പറഞ്ഞാൽ കുറച്ച് ഓവർ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓവർ വെയിറ്റ് ആവാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു LKG UKG പഠിക്കുന്ന സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. സാധാരണ നോർമൽ വെയിറ്റ് അല്ലെങ്കിൽ ക്ഷീണമുള്ളവർ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറയുന്നതാണ് കേട്ടോ, പറയാലോ. അതായത് LKG UKG ആ സമയത്തൊക്കെ അവന് ഭയങ്കര ക്ഷീണമായിരുന്നു. അത് എല്ലിച്ചായിരുന്നു ഇരുന്നിരുന്നത്, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു കുട്ടി ഇരുന്നിരുന്നത്. പിന്നെ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് അവന്റെ ആ ഒരു മെലിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവന്റെ കവിളൊക്കെ തുടുക്കാൻ തുടങ്ങി, ശരീരം ഓട്ടോമാറ്റിക് ആയിട്ട് ഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ ആദ്യമൊക്കെ ഒരു 5 വയസ്സ് വരെ എനിക്ക് തോന്നുന്നു കുട്ടി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഈ ആസ്മ പ്രശ്നം, എനിക്ക് ആസ്മ പ്രശ്നമുണ്ട്, അപ്പൊ കുട്ടിക്കും അത് ഉണ്ടായിരുന്നു. അതായത് ഈ അലർജി പ്രോബ്ലം, ആസ്മയുടെ പ്രോബ്ലം, കഫക്കെട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഏത് സമയം ഒരു 2 മാസത്തിലൊരിക്കലൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തുമായിരുന്നു. ഇഞ്ചക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കുറഞ്ഞു വന്നിരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രശ്നം, അതായത് ഈ ആസ്മ വരുന്നോണ്ടുള്ള പ്രശ്നം, അതായത് ആ സമയത്ത് ധാരാളം സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന, അതായത് ഈ ആസ്മയ്ക്കൊക്കെ കൊടുക്കുന്ന മരുന്നുകളാണ് സ്റ്റിറോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പോ ഇത് കൊടുത്തതിന് ശേഷം, അതായത് ഒരു പുതിയ സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. അവിടെ കാണിച്ച് പിന്നെ ഇവരെ അഡ്മിറ്റ് ഒന്നും ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. ബാലത്തയുടെ അസുഖം ഉണ്ടായിരുന്നു, അതിനുള്ള ടാബ്ലറ്റ് കഴിച്ച് 9 മാസം, പിന്നെ അല്ലാതെയുള്ള മരുന്നുകൾ തന്നു കുട്ടിക്ക്. അപ്പൊ ആശുപത്രിയോട് ഗുഡ് ബൈ പറഞ്ഞു. ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല. ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ രോഗം മാറുമായിരുന്നു. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക. അപ്പൊ ഞങ്ങൾ ആശ്വസിച്ചു. പക്ഷെ അന്നൊന്നും ഇത് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നീട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. 1ൽ പഠിക്കുന്ന ആ സമയത്ത് തുടങ്ങി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ വിചാരിച്ചു നന്നാവുന്നതാണല്ലോ, കാരണം മെലിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്, കുറച്ചുകൂടി നന്നാവുന്നതാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ കൊല്ലം കഴിയുമ്പോഴും ഇതിന്റെ വെയിറ്റിൽ വ്യത്യാസം വരുന്നില്ല. കൂടിക്കൊണ്ടേ തന്നെയായിരിക്കുന്നേ. അങ്ങനെ കഴിഞ്ഞ കൊല്ലമായപ്പോ എനിക്ക് എന്തോ ഒരു അപകടം നടന്നു. കാരണം ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്, കുട്ടിവൻ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ഒന്നും തന്നെ കഴിക്കില്ല കേട്ടോ. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്. ധാരാളം വെജിറ്റബിൾസ് ഒക്കെ കുട്ടികൾ കൊടുക്കും. വെജിറ്റബിൾസ് ഒന്നും തന്നെ കഴിക്കില്ല. ചെറുപ്പത്തിലെ കഴിച്ചിരുന്നു, പിന്നീട് അങ്ങോട്ട് കഴിക്കാതെയായി. അവന് കൂടുതൽ ഫിഷ് ഐറ്റംസോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇഷ്ടം. അങ്ങനെ കഴിക്കാതെയായി. അങ്ങനെ കഴിഞ്ഞ കൊല്ലം ഞാനത് നോക്കിയപ്പോൾ ഇതൊന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കണം. പലരും ചോദിച്ചു ഞങ്ങളോട്, എന്താണ് കുട്ടി ഇങ്ങനെ വെയിറ്റ് വെക്കുന്നത്, എന്തെങ്കിലും അസുഖം ഉണ്ടോ, എന്തെങ്കിലും ഹോർമോണിന്റെ പ്രശ്നമാണോ? അങ്ങനെ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊന്ന് എന്താ പറയാ ശ്രദ്ധ കൂടുതൽ ഇതിന് കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്, ഹോസ്പിറ്റലില് ആസ്റ്റർ മെഡിസിറ്റി, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി അവിടെ എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറയും, ഇത്തരം ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ്. അവരെ കണ്ടു. പാർവതി എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഇവന്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ റൂമിൽ ഇരിക്കുകയാണ് കുഞ്ഞ്. റൂമിൽ ഇരിക്കുമ്പോൾ ഇവര് ഈ ഡോക്ടർ നേരെ തന്നെ പറയുവാണ്, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഇവനോട് ഇങ്ങനെ കർശനമായിട്ട് പറയുവാണ്. അപ്പൊ അവൻ ആ സമയത്തിരുന്ന് കുഞ്ഞ് കരഞ്ഞു. കാരണം ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. ഈ വെയിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. ഈ ഡോക്ടർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ കുട്ടി ഡോറ് തുറന്ന് പുറത്തോട്ട് പോയി. പിന്നെ ഇവനെ പിടിച്ച് കിട്ടുന്നില്ല, ഓട് വളരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവനെ പറഞ്ഞു നിർത്തി സമാധാനിപ്പിച്ചു. പിന്നെ കുഞ്ഞു പറയാണ്, ഇനി ഞാൻ ഈ ഡോക്ടറെ കാണാനായിട്ട് വരുന്നില്ല. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് അറിയാലോ എത്രത്തോളം സോഫ്റ്റ് ആണ്. അപ്പൊ അവരെ ഇണക്കി എടുക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഡോക്ടറെ ആയിരിക്കണം നമ്മൾ ഇങ്ങനത്തെ ഇഷ്യൂസിലൊക്കെ കാണിക്കേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ അന്ന് പോന്നപ്പോ ഡോക്ടർ കാര്യമായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അവർ എടുത്തില്ല കേട്ടോ. അവർ പറഞ്ഞു അങ്ങനെ കുറച്ച് ഇനിയുള്ള ഭക്ഷണം കൊടുക്കരുത്, ഇന്നത് അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു തന്നിരുന്നത്. അപ്പൊ അവിടുന്ന് പോന്നു. കുറച്ച് ദിവസം ഫോളോ ചെയ്തു. വീണ്ടും അത്, കാരണം ഇവരെ ഡോക്ടറെ കാണാനായിട്ട് വരുന്നില്ല. വീണ്ടും പണ്ടത്തെ ആ ലൈഫ് സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്തു. വീണ്ടും വെയിറ്റ് കൂടി.
ഓക്കെ, കാരണം എനിക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഒരു ഫാമിലി മൊത്തം സപ്പോർട്ട് ചെയ്താലാണ് ഇത് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഈ നമ്മൾ അത്രയധികം സ്ട്രിക്റ്റ് ആവണം. കുഞ്ഞ് നമ്മളുടെ കൂടെ സപ്പോർട്ട് ആയാൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വെയിറ്റ് കൂടി. ഈ കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ മാസം എന്തോ അവൻ കുളിക്കുന്ന സമയത്ത്, നമുക്കറിയാലോ ഈ യൂണിഫോം ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ 2 കൈ ഉണ്ടല്ലോ, നമ്മുടെ ഹാൻഡ് ഉണ്ടല്ലോ, ആ 2 കൈ അതുപോലെ തന്നെ ദേഹത്തൊക്കെ നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഡെലിവറി സമയത്തൊക്കെ ഉണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടല്ലോ, അത് വരാനായിട്ട് തുടങ്ങി ദേഹത്ത്. അറിയാലോ നിങ്ങൾക്ക് എന്താണെന്ന്, ചെറിയ ചെറിയ പാടുകളില്ലേ, അത് വരാനായിട്ട് തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് അപകടം ആണെന്ന് തോന്നി. കാരണം ഇങ്ങനെയുള്ള പാടുകൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന്റെയാണ്. അപ്പോ ഞാൻ അടുത്ത് തന്നെയുള്ള ഒരു സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചു. സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചിട്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിക്കുക എന്ന് പറയുന്നത്. പക്ഷെ എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റലുകളാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലൊന്നും ആ ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല. അപ്പോ വീണ്ടും ഞാൻ ഓർത്തു, ഇവൻ ഈ കുട്ടി ഡോക്ടറിന്റെ അടുത്ത് ഇരിക്കണമല്ലോ, അവരുമായിട്ട് സഹകരിച്ചാലാണല്ലോ ആ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോവുക. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ടുപോകണ്ട, വേറെ അന്വേഷിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വേറെ കുറേയധികം സെർച്ച് ഒക്കെ ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് തന്നെ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടർ ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ആ ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. ഡോക്ടർ വിശദമായിട്ട് പരിശോധിച്ചു, ഡീറ്റെയിൽസ് എടുത്തു അവന്റെ ധാരാളം. അതായത് അവൻ ജനിച്ചപ്പോ തുടങ്ങി എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു അവന്റെ കണ്ടീഷൻ, അങ്ങനെ ധാരാളം ഡീറ്റെയിൽസ് കുഞ്ഞിന്റെ എടുക്കാനായിട്ട് തുടങ്ങി. കുറെ നേരം, ഒരു 1 മണിക്കൂറോളം ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ഇരുന്നു. അവൻ കഴിച്ച മരുന്നുകൾ എന്തൊക്കെയാണ്, അവൻ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് ചെറുപ്രായത്തില്. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഡോക്ടറുടെ റൂമിലോട്ട് കയറി. അപ്പോഴാണ് പറയുന്നത് ഇവന് സ്റ്റിറോയിഡ് ധാരാളമായിട്ട് ചെറുപ്പത്തിലെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ആസ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റിറോയിഡ് ധാരാളമായിട്ട് കുത്തിവെച്ചിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് കുട്ടി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടല്ല കുഞ്ഞ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞു. മാത്രമല്ല കുറച്ചധികം ടെസ്റ്റുകൾ എഴുതി തന്നു. അതിനകത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ ടെസ്റ്റ് നടത്താനായിട്ട് പറഞ്ഞു. കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു ബാഡ് ഹോർമോൺ ആണ്. അത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, വെയിറ്റ് ഗെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ആ ടെസ്റ്റുകൾ, കുറേയധികം ടെസ്റ്റുകൾ നടത്തിയപ്പോ അതിനകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കോർട്ടിസോളിന്റെ അളവ് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ഡയബറ്റിക് ആവാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത് കേട്ടപ്പോ അതൊന്ന് പേടിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, ഇതിന് മരുന്നുണ്ട്, ഇഞ്ചക്ഷൻ പോലുള്ള അല്ലെങ്കിൽ ടാബ്ലറ്റ് പോലുള്ള മരുന്നുകൾ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ അതിനകത്തോട്ട് കിടക്കണ്ട. ഇവന്റെ ലൈഫ് സ്റ്റൈൽ, അതായത് ഇവൻ കഴിക്കുന്ന ഭക്ഷണങ്ങള് ഒന്ന് മോഡിഫൈ ചെയ്ത് കറക്റ്റ് അളവിൽ ചില സാധനങ്ങൾ കുറച്ച് ചില സാധനങ്ങൾ കൂട്ടി കുഞ്ഞിനത് കുറയ്ക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് വരാനായിട്ട് പറയാണ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അവര് ഞങ്ങൾക്ക് ഒരു ചാർട്ട് തന്നു. അവര് പറയുന്നതിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യില്ല, കുട്ടി കഴിക്കില്ല. അപ്പൊ എങ്ങനെയെങ്കിലും പ്രോട്ടീന്റെ അളവ് കൂട്ടിയും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചും ഭക്ഷണം കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ ചില മെത്തേഡൊക്കെ ഉപയോഗിച്ചു, ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചു. കുറച്ച് കാര്യങ്ങൾ കുട്ടിയും കൂടി സപ്പോർട്ട് ചെയ്യണം. ഒരുവിധം വലുതായ കുട്ടിയാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവനെ കൂടി സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്ത് നമുക്ക് കുട്ടികളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. കുട്ടിക്ക് ഒരു അവയർനെസ് വരണം, എനിക്കിത് കുറയ്ക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം എന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാകണം. അപ്പൊ കുട്ടിക്ക് കുറച്ചത് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടി മോൻ അതിനോട് സപ്പോർട്ട്, ഞാനുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. കുറച്ച് കാര്യങ്ങൾ അവനെ നിർബന്ധിച്ച് ഒന്നും തന്നെ കഴിപ്പിച്ചിട്ടില്ല. കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തി. 15 ദിവസം. പിന്നെ അതുപോലെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, അതിനുള്ള ടാബ്ലറ്റ് തന്നു. പിന്നെ റെസിസ്റ്റൻസ്, അതായത് ഇതിനെ കുറച്ച് റെഡ്യൂസ് ചെയ്യുന്ന ഒരുതരം വൈറ്റമിൻസിന്റെ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. അതിന് 15 ദിവസം കഴിച്ചു. അപ്പൊ തീർത്തും നമ്മുടെ വൈറ്റ് റൈസ് ഒക്കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തിട്ടോ, പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു. റെഡ് റൈസ് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ 15 ദിവസം കഴിഞ്ഞു, കുട്ടിയുടെ 4 കിലോ കുറഞ്ഞു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഡോക്ടറെ കാണാനായിട്ട് ചെന്നപ്പോ അപ്പൊ മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും കൂടി 15 ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇനിയും വെയിറ്റ് ലോസ് ആവുമെന്ന്. അതിനുശേഷം മരുന്ന് വേണമെങ്കിൽ തരാമെന്നാ പറഞ്ഞത്. കാരണം ചെറിയ കുട്ടിയാണല്ലോ, നമ്മൾ ഇപ്പൊ തന്നെ മരുന്നുകൾ കൊടുത്താൽ അതിന്റെ സൈഡ് എഫക്റ്റ് വേറെ ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്ടോ പറഞ്ഞത്, മനസ്സിലായോ കാര്യം?
പിടികിട്ടാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. എത്രത്തോളം നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കുന്നുവോ അത്രത്തോളം നല്ലതാണ്. കാരണം നമുക്കറിയില്ല ഒരു കാര്യം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാല് അതിന്റെ റിസൾട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. നമ്മളിപ്പോ ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്താ പറയാ മധുര പലഹാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി കഴിക്കുന്ന ആളാണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ചെയ്തത് അതായത് കറക്റ്റ്, അതായത് പ്രോട്ടീന്റെ അളവ് കൂട്ടുകയും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുറേയധികം മെത്തേഡ്സിലൂടെയാണ് കുട്ടിക്ക് ഞാൻ ഭക്ഷണം കൊടുത്തത്. അതിലൂടെയാണ് ഇപ്പൊ കുറച്ച് വെയിറ്റ് ലോസ് ആവാനായിട്ട് കാരണം. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, കുറച്ചും കൂടി അതായത് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടി വെയിറ്റ് ലോസ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിറ്റിലേക്ക് കുട്ടി വരുമായിരിക്കും എന്ന് വിചാരിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ നമ്മള് ഡോക്ടറെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഭാവിയിലൊക്കെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ അതായത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡോക്ടേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിനകത്തില്ലേ ഞാനിപ്പോ പറഞ്ഞതിൽ നിന്നും ഉണ്ടോ? അതായത് കുട്ടികളാണ്. അപ്പൊ കുട്ടികൾക്ക് വളരെയധികം എന്താ പറയാ ക്ലോസ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്ന ഡോക്ടർമാരുടെ മുമ്പിൽ അവർ കുറെ നേരം ഇരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാനൊരു എക്സ്പീരിയൻസ് പറഞ്ഞാണ് നിങ്ങൾക്കൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ക്ലോത്തിങ്. ക്ലോത്തിങ് ആരാ വായിക്കുക? ക്ലോത്തിങ് ഞാൻ വായിക്കാം. വായിച്ചു. Clothing. Proper selection of clothes keeps the child safe from climate changes. Clothes have to be comfortable not only to the delicate skin of the child, but should also let free movement of limbs. Children feel very pleased when their garments have attractive designs and colors. എന്താ മനസ്സിലായത് ദീപിക്ക്? പ്രോപ്പർ സെലക്ഷൻ കുട്ടികളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഡ്രസ്സ് വേണം കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ. ആ ഒരു സെലക്ഷൻ പ്രോപ്പർ ആയിരിക്കണം. ചേഞ്ചസ് ക്ലോത്ത് കംഫർട്ടബിൾ ആയിരിക്കണം. കുട്ടികളുടെ സ്കിന്നിന് യോജിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സുകളായിരിക്കണം. അവർക്ക് മൂവ്മെന്റ് ഓഫ് ലിംസ്, ഫ്രീ ആയിട്ട് അവരുടെ ലിംസ് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്ന ഡ്രസ്സായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചിൽഡ്രൻ വെരി പ്ലേസ്ഡ് their argument അട്രാക്റ്റീവ് ഡിസൈൻസും കളറും ഉള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വെരി ഹാപ്പി ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, എല്ലാം കൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം കുട്ടികൾക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെ. ഇത് നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. നമ്മൾ ചൂട് കാലത്ത് നമ്മൾ കോട്ടന്റെ ഡ്രസ്സാണ് അധികമായിട്ട് ചൂസ് ചെയ്യുക, ശരിയാണോ? സമ്മർ ടൈമില് ആണല്ലേ. അതായത് കുഞ്ഞുങ്ങൾക്കായാലും ഇപ്പൊ നമ്മൾക്കായാലും കാരണം ഭയങ്കരമായിട്ട് സൺലൈറ്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടുന്നൊരു ഇതാണ് നമ്മുടെ ചൂടുകാലം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ അപ്പൊ ഭയങ്കരമായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് എന്താ പറയാ പോളിസ്റ്റർ ആയിട്ടുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വളരെ എന്താ പറയാ ചൂട് കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ ഒന്നും കൂടി ചൂട് കൂടാനായിട്ട് കാരണമാകും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് കോട്ടൺ ഡ്രസ്സുകളാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്യുക. അപ്പൊ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇങ്ങനെയുള്ള അതായത് ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ഇപ്പൊ സമ്മർ സീസൺ ഉണ്ട്, അതുപോലെ വിന്റർ സീസൺ ഉണ്ട്, റെയിനി ഉണ്ട്. അപ്പൊ പല തരത്തിലുള്ള സീസണുകൾ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ഇപ്പൊ മഴക്കാലമാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ന്യൂ ബോൺ ബേബീസിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് 5-6 മാസമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും
പുറത്തോട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ നമ്മള് ചൂട് കൂടിയ അല്ലെങ്കിൽ കുഞ്ഞിനെ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് തണുപ്പിൽ നിന്നും മഴയിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രത്തോളം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കുഞ്ഞുങ്ങളെ നമ്മൾ വിയർ ചെയ്യിക്കുക അല്ലെ. പിന്നെ മഴക്കാലം ആകുമ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ കാലുമ്പോൾ നമ്മൾ സോക്സ് ഒക്കെ ഇടിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ടോ? കണ്ടിട്ടില്ലേ നിങ്ങൾ ചെയ്യുന്നത്? കുഞ്ഞു കുട്ടികളുടെ കാലുമേലൊക്കെ സോക്സ് ഇടിപ്പിക്കാറില്ലേ മഴക്കാലത്ത്, മഞ്ഞുകാലത്തൊക്കെ? അപ്പൊ ആ ഒരു ക്ലൈമറ്റിൽ തന്നെ കുഞ്ഞിന് ആ ഒരു പ്രിവെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ക്ലൈമറ്റ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആ കുട്ടിയുടെ ബോഡി എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, കുഞ്ഞുങ്ങള് ഡ്രസ്സ് ഇടിക്കുമ്പോൾ അവര് കംഫർട്ടബിൾ ആയിരിക്കണം. ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, എന്താ പറയാ ഭയങ്കരമായിട്ട് ഇറുകിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ ചില കുഞ്ഞുങ്ങളെ ധരിപ്പിക്കാറുണ്ട് അല്ലെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇറുകിയിട്ടുള്ള ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിപ്പിക്കാറുണ്ട് അമ്മമാര്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് കുറച്ചും കൂടി അവയർനെസ് ഉണ്ട്. കൂടുതലും അയഞ്ഞ വസ്ത്രങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ധരിപ്പിക്കുക. എന്നിരുന്നാലും ഇപ്പോ കുഞ്ഞുങ്ങൾക്ക് ചില ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ, അതായത് തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സാണ് അവർ വിയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ധാരാളം അസ്വസ്ഥതകൾ അവർ കാണിക്കാനായിട്ട് തുടങ്ങും ഇല്ലേ. കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ ചില ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമുക്കറിയാം ചൊറിച്ചില് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ. എനിക്കിത് വേണ്ട അമ്മ, എനിക്ക് ചൊറിയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ചില ഡ്രസ്സ്, അതായത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, ഡ്രസ്സുകള് സെലക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ചില ഡ്രസ്സുകൾ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ തോന്നും. ചില കളറുകളോട് അവർക്ക് അട്രാക്ഷൻ ഉണ്ടാവും. ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മള് എന്താ പറയാ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ കുഞ്ഞു പറയുന്ന ഡ്രസ്സല്ലേ നമ്മൾ എടുത്തു കൊടുക്കുക. കുഞ്ഞുങ്ങൾ വാശി പിടിക്കാറില്ലേ, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ടോ? എനിക്ക് ആ ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് ആ കളറിലുള്ള ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള, അതായത് ഓരോ കുഞ്ഞുങ്ങൾക്കും വെറൈറ്റി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചില കുഞ്ഞുങ്ങൾക്ക് കളറിനോട് ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടാവും, ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഡിസൈനിനോടായിരിക്കും താല്പര്യം. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് അല്ലെ. അവരുടെയും കൂടി ഇഷ്ടം നമ്മൾ നോക്കാറുണ്ട്. നമ്മുടെ ഇഷ്ടം നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാറില്ല, കുഞ്ഞുങ്ങളിൽ അടിച്ചേൽപ്പിക്കാറില്ല. അപ്പൊ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ഡ്രസ്സ് എടുക്കാം. ആ ക്ലൈമറ്റ് എന്താണോ അതിനനുസരിച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ അയഞ്ഞ വസ്ത്രങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ടൈറ്റ് ആയതും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട്, അതായത് ചില ഡ്രസ്സിലൊക്കെ നമ്മൾക്കറിയാം ഈ എന്താ പറയാ മുത്തുകളും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും. കുത്തിക്കൊള്ളുന്ന ടൈപ്പ് എന്താ പറയാ മുത്തുകളില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് സീക്വൻസ്, അത് തന്നെ. ആ ഒരു കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കുത്തിക്കൊള്ളാനും അതുപോലെ തന്നെ അവിടെയൊക്കെ റെഡിഷ് കളറാകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പൊ ക്ലോത്തിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. വളരെ നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താ ക്ലോത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും അതുപോലെ തന്നെ കൂടുതൽ ഫ്രീ ആയിട്ടുള്ളതുമായിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. ആരാണ് വായിക്കുക? ഞാൻ വായിക്കാം. Sleep and rest. The child must be allowed to get enough sleep and rest. This gives rest to the body organs and the child feels fresh when waking up. എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആവശ്യത്തിന് ഉറക്കവും റെസ്റ്റും ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലോ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ശരീരത്തിലെ ഓർഗൻസിന് വിശ്രമം നൽകുമ്പോൾ അവര് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്കൊരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു ഉന്മേഷം അനുഭവപ്പെടും. അതായത് കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും എന്ന് പറഞ്ഞാല് നമുക്ക് ആവശ്യത്തിന് ഉറക്കം വേണം, അതുപോലെ തന്നെ റെസ്റ്റും ആവശ്യമാണ് അല്ലെ. നമ്മുടെ ശരീരം കുറെ നേരം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് കുറച്ചു നേരം റെസ്റ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ 8-9 മണിക്കൂർ കുട്ടികളെ കിടത്തുറങ്ങുക, മുതിർന്നവരാണെങ്കിലും 6-7 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുക. ഇതൊക്കെ നമ്മുടെ ഓർഗൻസിന് എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ഫീല് തരാനും എന്ത് ചെയ്യാൻ ഉറക്കം സഹായിക്കും അല്ലെ. നമ്മൾ ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്തിട്ട് വല്ല പ്രയോജനം ഉണ്ടോ?
നമ്മൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാല് നമുക്ക് പലവിധ അസുഖങ്ങളിലേക്ക് അത് നയിക്കില്ലേ നമ്മളെ, ഉറക്കക്കുറവ് എന്ന് പറയുന്നത്? ആണോ? എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാക്കുക? മൈഗ്രെയിൻ ഉണ്ടാവും, പിന്നെ ഉണ്ടാകും, ബിപിയുടെ വ്യത്യാസം ഉണ്ടാവും. ബിപിയിലെ വ്യത്യാസം ഉണ്ടാകും, പിന്നെ അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാകും, അൾസർ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. നമുക്ക് ഒരുവിധം രോഗങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ എന്താണ് കേട്ടില്ലായിരുന്നു? ഇയർ ബാലൻസിന്റെ പ്രശ്നമൊക്കെ വരും. ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടാവും അല്ലെ? മുടി കൊഴിച്ചില്, മുടി കൊഴിച്ചിൽ, ചുറ്റും കറുപ്പ്, കണ്ണിന് ചുറ്റും കറുപ്പ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഒരുവിധം രോഗങ്ങളെ നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉറക്കം ആവശ്യമാണ്. നന്നായിട്ട് ഉറങ്ങണം. ഓക്കെ. അതായത് 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ. 8 മണിക്കൂറൊന്നും നമ്മളെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ? നിങ്ങളൊക്കെ എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത്? 4 മണിക്കൂർ. അതെ അതെ, ഹസ്ബൻഡ് എത്തുമ്പോൾ താമസിക്കും. വളരെ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ട് ടീച്ചറെ. എനിക്ക് ബിപി പ്രശ്നമുണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, പിന്നെ വെളുപ്പിന് എണീക്കിന്റെ മക്കൾക്ക് പോകണ്ടേ. അപ്പൊ 4:30 ആകുമ്പം അവർക്ക് നേരത്തെ ബസ് വരും. അതിൻ്റെതായിട്ടുള്ള അവരൊക്കെ 8 മണിക്കൂർ ഉറക്കം നടക്കില്ല മാം. നടക്കില്ല അല്ലെ? 8 മണിക്കൂറൊക്കെ നടക്കില്ല, അതാണ് ഞാൻ പറഞ്ഞത്. 6 അല്ലെങ്കിൽ 7 മണിക്കൂർ കേട്ടോ. ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. കുഞ്ഞു കുട്ടികളുള്ളവർക്കാണെങ്കിൽ ശേഷം പറ്റില്ല. ഓക്കെ, നമുക്ക് ശ്രമിക്കാം കേട്ടോ 6 മണിക്കൂർ. കാരണം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോ നമുക്കത് തോന്നിയെന്ന് വരില്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ ഉറക്കക്കുറവിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസ് വരാനായിട്ട് ഇടയുണ്ട്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഉറക്കക്കുറവ് കൊണ്ട് മാത്രമല്ല ഉണ്ടാവുന്നേ, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടും മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ടാകാം. നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ല, അല്ലെങ്കിൽ അസിഡിറ്റിയുടെ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാകാം. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഉണ്ടാകാം. പിന്നെ എക്സസൈസിന്റെ നമ്മുടെ ശരീരം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് നമുക്കധികം മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. അതായത് ചിലപ്പോ വീട്ടില് ധാരാളം ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും നമ്മള് മെഷീൻസിനെയാണല്ലോ ഏൽപ്പിക്കുന്നത്. തുണികൾ വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, അരയ്ക്കാനായിട്ട് മിക്സി ഉണ്ട് അല്ലെ? പാത്രം കഴുകാനും കൂടി മെഷീൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു അല്ലെ? ആണോ? ശരിയാണോ പറഞ്ഞത്? ഡിഷ് വാഷർ ഉണ്ട്. അതുണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മെഷീൻസിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ മൂവ്മെന്റ്സ് കുറയും. നമ്മുടെ മൂവ്മെന്റ്സ് കുറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് വീക്ക് ഗെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് നമ്മള് കുഞ്ഞുങ്ങളെ നോക്കുന്നതിനിടയിൽ, ഫാമിലി നോക്കുന്നതിനിടയ്ക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, സമയത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല, ചിലപ്പോ വൈകുന്നേരം ആയിരിക്കും കൂടുതൽ ആഹാരം കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ചില ജീവിതക്രമങ്ങളിലൂടെയാണ് നമുക്ക് ഇങ്ങനെയുള്ള മൈഗ്രെയിൻ ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പോ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ, ഡയറ്റ് എടുക്കുന്നവരാണെങ്കിലും ഒക്കെ അവരോട് പറയാറുണ്ട് ഡോക്ടേഴ്സ്, കൃത്യസമയത്ത് ഉറങ്ങണം, ഒരു ടൈം വെക്കണം അല്ലെ? ഇപ്പൊ 10:30ക്കാണ് പറയുന്നതെങ്കിൽ 10:30ക്ക് ഉറങ്ങണം. ഓക്കെ. അതുപോലെ തന്നെ ഇത്ര സമയത്ത് എണീക്കണം. കറക്റ്റ് നമ്മൾ കുറവ് കൊണ്ട് മൈഗ്രെയിൻ ഇഷ്യൂസ് വരാം. ഉറക്കക്കുറവ് കൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ കൂടുതലായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രെയിന്റെ ഇഷ്യൂ ഉണ്ടാവാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരുവിധം അത് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചാല്, രാത്രികളിൽ നമ്മൾ അധികം ഞെട്ടി ഉണരാതെയൊക്കെ നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചാല് അത്രയും നല്ലതാണ്. അപ്പൊ നമുക്ക് പിറ്റേ ദിവസം ഫ്രഷ് ആയിട്ട് നമുക്ക് ഇരിക്കാം, നമുക്ക് ഫ്രഷ് ഫീല് കിട്ടും, എല്ലാ കാര്യങ്ങളും എനർജറ്റിക് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ലീപ്പ് കൊണ്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ചുരുങ്ങിയത് കേട്ടോ, ട്രൈ ചെയ്യില്ലേ നിങ്ങള് ഉറങ്ങാനായിട്ട് 6-7 മണിക്കൂർ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ വരുന്നത് ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്. ആരാണ് വായിക്കുക ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്?
activity and exercise. Being at a growth age, the preschool child is very active. A good amount of physical activity and free play, of course under adult supervision, is essential for sufficient muscle development. Lack of adequate opportunities for physical activity exercise can hinder the normal growth of children, that result in growth retardation or malformation in the long run. എന്താ പറയുന്നത്? അതായത് കുട്ടികൾക്ക് നമ്മൾ അഡൾട്ടിന്റെ നേതൃത്വത്തിൽ എന്താണ് മുതിർന്നവരുടെ നേതൃത്വത്തിൽ മാക്സിമം അവർക്ക് ഒരു ആക്ടിവിറ്റിയും അവർക്ക് ഫ്രീ ആയിട്ട് പ്ലേ ചെയ്യാനുള്ള അവസരവും ഒരുക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് പ്രീ സ്കൂളുകളും ഒക്കെ ഇപ്പൊ സജീവമാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ലാക്ക് ഉണ്ടായാൽ അവരുടെ എന്താണ് നോർമൽ ഗ്രോത്തിനെ അത് ബാധിക്കും. അതേപോലെ ഗ്രോത്ത് റിട്ടാർഡേഷൻ വളർച്ച മുരടിച്ചു പോകാനും ഒക്കെ ലൈഫ് ലോങ് ആയിട്ട് അത് ചിലപ്പോൾ സാധ്യമായേക്കാം. അവർക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മൾ മുതിർന്നവരുടെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുക്കണം. മാക്സിമം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ. എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം? നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്തേ. എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം കുഞ്ഞുങ്ങളെ കൊണ്ട്? ഗെയിം ആണ് മുത്ത് പറക്കുന്ന രീതിയിലൊക്കെ അവരെ. എന്താ അഞ്ജു? നമ്മൾ ഗെയിം പോലെ ഉണ്ടല്ലോ, മുത്തുകൾ പറക്കി ഓരോ കളർ മുത്തുകൾ ഒരു സൈഡിൽ നിന്ന് ഓരോന്നായിട്ട് തന്നെ പറക്കി ഇപ്പുറത്ത് കൊണ്ട് ഗ്ലാസ്സിലേക്ക് വെക്കുക എന്നുള്ള രീതിയിലൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക അല്ലെ? എക്സസൈസുകൾ എന്തൊക്കെ ചെയ്യിപ്പിക്കാം? എക്സസൈസുകൾ നടക്കാനൊക്കെ കൊണ്ടുപോവാം. വാക്കിങ്ങിന് കൊണ്ടുപോവാം അല്ലെ? ഓക്കെ, വാക്കിങ്ങിന് കൊണ്ടുപോവാം. പിന്നെ ഡാൻസ് ചെയ്യിപ്പിക്കാം. ഡാൻസ് ചെയ്യിപ്പിക്കാം. ഡാൻസ് ചെയ്യിപ്പിക്കാം. സൈക്ലിംഗ് ചെയ്യിപ്പിച്ചൂടെ അവരെ കൊണ്ട്? സൈക്ലിംഗ് ചെയ്യിപ്പിക്കാം അല്ലെ? ഫുട്ബോള് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാമല്ലോ. ഫുട്ബോള് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ബോളും കൊടുത്തു കഴിഞ്ഞാൽ മതി അല്ലെ? അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നീന്തല് ചെയ്യിപ്പിക്കാം. നീന്തല് പഠിപ്പിക്കാൻ പറ്റും അല്ലെ? പിന്നെന്താ? എക്സർസൈസ് ആണോ മാം? ഞാൻ കേട്ടില്ലായിരുന്നു, എനിക്ക് അറിയാതെ ലെഫ്റ്റ് ആയിപ്പോയായിരുന്നു. യോഗ. യോഗ. ഓക്കെ, ചെറിയ 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 യോഗ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യിപ്പിക്കാം. നമുക്ക് വാക്കിങ്ങിന് കൊണ്ടുപോകാം. ഓക്കെ, തീരെ മടിയുള്ളവർക്കാട്ടോ വാക്കിംഗ് പറഞ്ഞിരിക്കുന്നത്. സൂംബ ഡാൻസ് ഇപ്പോ ഐറ്റമാണ്. ഒരു ഇതായിട്ടുണ്ട് ഇപ്പൊ ഇവർക്ക് മക്കൾക്ക്. എന്താ സൂംബ ഡാൻസ് ആ കുട്ടി പറഞ്ഞിട്ടൊക്കെ മക്കൾക്ക് ഒരു അവരിലുണ്ട്, ഒരു പീരീഡ് ആയിട്ടുണ്ട്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ മക്കള്? അവര് ശാന്തിനികേതൻ ഇന്റർനാഷണൽ സ്കൂളിൽ നിലമേലാണ്. CBSE ആണോ സ്റ്റേറ്റ് ആണോ? CBSE സ്കൂളാണ് അല്ലേ? സെക്കൻഡേ. ഒരു സെക്കൻഡ് കേട്ടോ.
ഓക്കെ. അപ്പൊ അഞ്ജുവിനോടാണ് ചോദിച്ചത്. CBSE സ്കൂളിലാണ് അല്ലെ സുംബ ചെയ്യിപ്പിക്കുന്നേ? അതെ അതെ. സൂംബ ഉണ്ട്, യോഗ ഉണ്ട്. നല്ലതാണല്ലേ അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ. ഇപ്പൊ കുട്ടികള് മസ്റ്റ് ആയിട്ട് അത് ചെയ്യും അല്ലെ? എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കുവാണെങ്കിൽ കുട്ടികൾക്ക് അതൊരു ഒറ്റയ്ക്ക് ചെയ്യുന്ന ആ ഒരു ഫീൽ ഒന്നും ഉണ്ടാവില്ല. രസകരമായിട്ട് എൻജോയ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുക. നല്ലൊരു കാര്യമാണ് അങ്ങനെയൊക്കെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. ഓക്കെ. ഇവിടെ മോൻ പഠിക്കുന്ന സ്കൂളിലും ഉണ്ട്. മോൻ പഠിക്കുന്ന സ്കൂളിൽ യോഗയും എല്ലാം ഉണ്ട്. യോഗയുണ്ട് അല്ലേ? ആ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, പിന്നെ അതുപോലെ തന്നെ ധാരാളം എന്താ പറയാ സ്കൗട്ട്, NCC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ സ്കൂളുകളില്? ഉണ്ട് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചേരുന്നത് നല്ലതാണ്. അതും ഒരു ആക്ടിവിറ്റി. എന്തെങ്കിലും എല്ലാ ദിവസവും ഇല്ലെങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു ദിവസങ്ങളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള എക്സസൈസും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും ചെയ്യാനായിട്ട്. അപ്പൊ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പൊ യോഗ പോലുള്ളത്, പിന്നെ സുംബ പോലുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ്. പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു ഫീല് ഉണ്ടാവില്ല. എല്ലാവരും കൂടി ചെയ്യുമ്പോൾ എൻജോയ് ചെയ്തിട്ടായിരിക്കും അവർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടൈമില് ഇപ്പൊ സ്കൂളിൽ ഒരു അവർ അതിനുവേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കുട്ടികളത് ചെയ്യുകയും പിന്നെ അവർക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും അല്ലെ? അങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? നമ്മൾ ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഉപരി സ്കൂളിൽ ചെയ്യുവാണെങ്കിൽ? ഇനി അതിന് ചാൻസ് അതിന് അവസരമില്ലാത്ത കുട്ടികൾ, ചിലപ്പോൾ ഇങ്ങനെ സ്കൂളുകളിൽ ചെയ്യിപ്പിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇപ്പൊ വീടിനടുത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടിയൊക്കെ കളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അവരൊക്കെ കൂടി ഇന്നൊരു ടൈം, അതായത് സ്കൂള് വിട്ട് വന്നതിന് ശേഷം കുറച്ചൊരു സമയത്ത് നമുക്ക് കളിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടി ഒരു സൂപ്പർവിഷനിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ ബോൾ കളിക്കുക, ഫുട്ബോൾ കളിക്കുക, വോളിബോൾ കളിക്കുക, ബാഡ്മിന്റൺ കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അധികം അതിനെ ഓർത്ത് എന്താ, നമുക്ക് ഹെഡേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അവരത് ചെയ്തോളും. കുറച്ച് ദിവസം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഇത് ഭയങ്കര എൻജോയബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിന് താല്പര്യപ്പെടില്ല. ഭൂരിഭാഗം കുഞ്ഞുങ്ങളും ഇന്ന് സ്ക്രീനിന് മുന്നിലാണ് അല്ലെ? മൊബൈൽ ഫോണിന് മുമ്പിലാണ്. വന്നു കഴിഞ്ഞാല് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് ചായ കുടിച്ചു കഴിഞ്ഞാല് പിന്നെ ആ മൊബൈലിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. കുറെ കാര്യങ്ങൾ പറഞ്ഞും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യിച്ചും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറ്റി എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. ഇന്ന് ആരെങ്കിലും വേർഡ്സ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? സ്പീച്ചോ വേർഡ്സോ? സ്പീച്ച് ഉണ്ട്, വേർഡ്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. എന്നാ അത് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. മെന്റൽ വെൽബീയിങ് ഇൻ ചിൽഡ്രൻ, അതാണ് ഞാൻ സ്പീച്ച് ചെയ്യുന്നത്. Today I would like to speak about mental well-being in children. A happy mind is just as important as a healthy body. Children need love, care, and emotional support to grow with confidence. Along with the studies, they should have time to play, relax, and express themselves freely. Parents and teachers play a big role in supporting children's mental health. Listening to them, encouraging their talents, and creating a stress-free environment help them feel safe and happy. Let us remember, a joyful children grows into a strong and successful person. Thank you all. Thank you, teacher. വേർഡ്സ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ വേറെ? ഞാൻ പേപ്പർ വായിച്ചപ്പോ അതിലത്തെ കുറച്ച് വേർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട് മാം. കാറ്റസ്ട്രോഫിക്, അത് CATASTROPIC, ഇത് നാശനഷ്ടമാണ് പറയണത്. പിന്നെ വോസ്, VOWS, വോസ്, അത് പ്രതിജ്ഞ എടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വേർഡാണ്. പിന്നെ ഇന്ററിം, INTERIM, ഇന്ററിം, തൽക്കാലത്തേക്ക്. പിന്നെ കണ്ടംനേഷൻ, CONDEMNATION, വിധിക്കുക.
പിന്നെ ഒരു ഇത് റിബല്യൻ, REBELLION, റിബല്യൻ കലാപം എന്ന് പറയും. പിന്നെ ഹെഗുമണി, HAGEMONY, ഭരണകൂടം. ഓക്കെ മാം, താങ്ക് യു. ശാലിനി എന്തെങ്കിലും ഉണ്ടോ? Action form. ഓക്കെ. Hi, Ashwini ma'am. ഹായ്. Okay. Square, circle, triangle, rectangle, and oval, heart and star. Thank you. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും കലാപരിപാടികളുണ്ടോ ഇനി? എന്തെങ്കിലും ചെയ്യാട്ടോ, പാട്ട് പാടുകയോ അല്ലെങ്കിൽ ആക്ഷൻ സോങ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ആക്ഷൻ സോങ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, ഓർമ്മ കിട്ടുന്നില്ല. ആക്ഷൻ സോങ് നിർബന്ധമായിട്ട് ചെയ്യാട്ടോ ഒരാള്. പിന്നെ അതുപോലെ സ്പീച്ച്, വേർഡ്സ് ഒക്കെ കൊണ്ടുവരിക കേട്ടോ. ഇനി തുടങ്ങി എല്ലാവരും തന്നെ ചെയ്തിട്ട് വരിക. വേർഡ്സ് വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? വേർഡ്സ് ദീപ എഴുതിയിട്ടുണ്ട് അല്ലെ? വായിച്ചോളൂ കേട്ടോ. ന്യൂട്രീഷൻ, ഗെറ്റിംഗ് റൈറ്റ് ഫുഡ്, ഹെൽത്ത് ആൻഡ് ഗ്രോത്ത്. ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള ശരിയായ ഭക്ഷണമാണ് ന്യൂട്രീഷൻ. ഡെഫിഷ്യൻസി, ലാക്ക് ഓഫ് സംതിങ് എസെൻഷ്യൽ. അത്യന്താപേക്ഷിതമായ എന്തെങ്കിലും ഒന്നിന്റെ കുറവാണ് ഡെഫിഷ്യൻസി. ബീയിങ് വെരി ഓവർ വെയ്റ്റ്, ശരീരത്തിന്റെ വെയിറ്റ് കൂടുന്ന അവസ്ഥ. വൈറ്റമിൻസ്, എസെൻഷ്യൽ ന്യൂട്രീഷൻസ് ഫോർ ബോഡി ഫങ്ഷൻസ്, ശരീര പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ പോഷകങ്ങൾ. ഇമ്മ്യൂണിറ്റി, ബോഡീസ് പവർ ടു റെസിസ്റ്റ് ഡിസീസ്, രോഗങ്ങൾക്കെതിരായ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? Yes, ma'am. ഓക്കെ. A big thanks to the ma'am who conducted the class so well, and also to the students who attentively attended it. Today, teacher taught us a new chapter called Needs. Ma'am explained 4 points from the session, Psychological Needs. The class was all about the important needs in our life, and ma'am explained in it detail. Today's class was very interesting and informative. A big thanks to Ashwini ma'am for spending her valuable time for us. Once again, thank you, Ashwini ma'am. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു മാം, ബൈ.